കൊള്ളാം കൊള്ളാം. എടാ ഞാൻ എടാ ഞങ്ങളെ കിട്ടണം കേട്ടോ, എന്നെ കിട്ടണം. ഓക്കെ ഓക്കെ നിങ്ങൾ കയറിയൊക്കെ. ഇവന്മാര് കാലത്ത് തന്നെ തുടങ്ങിയല്ലോ മാരണങ്ങള്. ഇവന്റെ ഒന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഇവിടെ കിടന്ന് വട്ടം കറങ്ങാതെ എല്ലാരും സ്കൂളിൽ പോകാൻ നോക്കടാ. അയ്യോ ഇതിന്റെ ഒരു തൈ കിട്ടുമോന്ന് അറിയാൻ വേണ്ടി വന്നാ ആന്റി. ആന്റിയോ? ചുമ്മാ ഫീലാക്കാതടാ, അമ്മച്ചിക്ക് ദേഷ്യം വരും. അമ്മച്ചി നിന്റെയൊക്കെ നല്ല കവള മടൽ വെട്ടി ചന്തിക്ക് നല്ല അടിയാണ് കൊടുക്കേണ്ടത്. ആ പ്രിൻസിപ്പാളിനെ ഞാനൊന്ന് കാണട്ടെ. ഒരൊറ്റ എണ്ണത്തിന് ഇനി ഇവിടെ കൊണ്ടുപോകരുത്. എന്താ കാര്യം? അതൊരു കുണ്ടി പ്രശ്നം. അല്ല, കുറച്ചു കാലം മുമ്പ് സേവന വാരത്തിന് അവിടെ ഉണ്ടായിരുന്ന കാടൊക്കെ വെട്ടിത്തെളിച്ചു. അന്ന് മുതല് ആ കുണ്ടി വരെ നമുക്കൊരു തലവേദനയാ. എന്നാ പിന്നെ അതങ്ങ് വെട്ടിക്കളഞ്ഞൂടെ? നല്ല കാര്യമായി. അല്ല, നിങ്ങളുടെ സാറ് കൃത്യസമയത്ത് തന്നെ എത്തുവോ? ആ കാര്യത്തിലൊക്കെ കയറി കടിച്ചുവാ. ലീവ് അല്ലെങ്കിൽ കൃത്യം 10 മണിക്ക് തന്നെ ഇവിടെ ഉണ്ടാവും. പുറത്ത് ഇത്രയും കാടില്ലല്ലോ. അതോ, അത് നമ്മുടെ സാറ് കാശ് കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ചെടിയാ. ഓക്സിജൻ ചെടിയെന്നോ മറ്റോ ആണ് പറഞ്ഞത്. ഇടയ്ക്ക് അതിന്റെ ഇലയൊക്കെ പറിച്ച് തിന്നത് കാണാം. അതെ ചേട്ടാ, ഞങ്ങളാണ് ആദ്യം വന്നത്. പുറകെ നിൽക്ക്. മോളെ മാറിക്ക്, സാറൊന്ന് കേറിക്കോട്ടെ. സോറി സർ, ആളറിയാതെ. വരൂ. സോറി സർ, ആളറിയാതെ പറ്റിയതാ. കുഴപ്പമില്ല. PSC അറസ്റ്റ് ചെയ്യാനല്ലേ? അതെ. ഒറിജിനൽ ഏതാ? എവിടെ എവിടെ? ഈ പുള്ളി റിട്ടേണാണോ? ഇല്ല, എന്ത് പറ്റി? അല്ല, ഇതുപോലൊരു പുള്ളി വീട്ടിൽ വർക്ക് പണിക്ക് വന്നിട്ടുണ്ട്. അതീ പഹൻ തന്നെയാണ് മോളെ. ഇപ്പോഴത്തെ പിള്ളേര് കാശും കൊടുത്ത് ജിമ്മിൽ പോകും. എന്തിനാ? മസിൽ ഉരുട്ടാൻ. എന്നാ നമ്മുടെ സോമൻ സാറ് പഴയ വാർക്ക കമ്പനിക്കാരെ വിളിക്കുമ്പോഴേ ജിമ്മിൽ പോണ പോലെ അങ്ങ് പോവും. അതിനങ്ങനെ കാശൊന്നും വാങ്ങിക്കുന്നില്ലെന്നാ ഞാൻ കേട്ടത്. ഇതാണ് ജൂനിയർ ജൈവൻ, സാറിന്റെ ശിഷ്യനാ. ചമ്രം പഠിച്ചിരുന്നേ വെള്ളം കുടിക്കൂ. ഞാനിത് പണ്ടേ പറയുന്ന വെട്ടിക്കളയാനായിട്ട്. മരമല്ലേ പോലെ ഇങ്ങനെ ഉന്തി നിൽക്കുന്നതോ? വനിതാ പ്രവർത്തകരുണ്ടോ? ഇത് കണ്ടിട്ട് പ്രസിഡന്റ് എന്ത് തോന്നുന്നു? എന്തൊരു ഫിനിഷിംഗ് അല്ലേ കുണ്ടിമരം. അല്ല, ഈ പ്രകൃതിയുടെ ഒരു വികൃതി എന്നല്ലാതെ എന്നാ പറയാനല്ലേ. ഈ കുണ്ടിമുഴ രണ്ടെണ്ണോ കണ്ടിച്ചു കളയണം സാറേ. അതുപോലെ കീടാശില കലക്കി വെച്ച് അതങ്ങ് പൊക്കോളും. സോമൻ ചേട്ടാ, മരം നശിപ്പിക്കാൻ അവരുടെ പരിപാടി. നീ മാറിക്കേ. അഭിപ്രായം വേണമെങ്കിൽ നമുക്ക് ചെത്തിക്കളയാം ഈ ഭാഗം, അല്ലേ? പൊതുവായിട്ട് പറഞ്ഞാല് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഇതങ്ങ് ചെത്തിക്കളയണമെന്നാണ്. ചെത്തിക്കളയാൻ ചിലപ്പോ പിന്നെ മുഴ വരും. പിന്നെന്തോ ചെയ്യും? അപ്പൊ മൊത്തത്തിൽ വെട്ടാനായിരിക്കും അല്ലേ? അല്ലേ സോമൻ പറഞ്ഞല്ലേ, മൊത്തത്തിലൊക്കെ വെട്ടിയേക്കാം. കറക്റ്റ്. സാർ, ആരെന്ത് പറഞ്ഞാലും മതി മതി എന്ന് പറയാണ്ട് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കും നിങ്ങള്. എന്റെ പൊന്നു പരിസ്ഥിതിസോമ, ഒരു കല്യാണം കഴിച്ചാലേ തനിക്ക് പെണ്ണുങ്ങളുടെ ഫീലിംഗ്സ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ. ഈ മരത്തിന് പ്രശ്നം വന്നാലേ അതിന് പാവാട അടിക്കാൻ വകുപ്പൊന്നുമില്ല. അശ്ലീലം കണ്ട അപ്പ കട്ട് ചെയ്യണം. പിള്ളേരെ പെണ്ണുങ്ങളൊക്കെ വരുന്ന ഓഫീസാ. ഈ സർട്ടിഫിക്കറ്റ് മരം വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, വെട്ടിക്കളണം. അപ്പൊ പിന്നെ പുറത്തു കൊടുക്കണ്ട, മൊത്തത്തിൽ ഞാൻ അങ്ങ് ഏറ്റെടുത്തോളാം. എന്തേ? ആണോ? എങ്കിൽ കാണാം നമുക്ക്. കാണാതെ. ഇന്നത്തെ ഇടംകണ്ണിൽ വളരെ വ്യത്യസ്തമായ ഒരു ഉപവാസ സമരത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഓഫീസ് വളപ്പിലെ വടവൃക്ഷത്തിൽ അശ്ലീലം കണ്ട് അത് വെട്ടുവാൻ ഒരുങ്ങിയവർക്കെതിരായി ആ മരത്തിന്റെ മുകളിൽ തന്നെ ഏറുമാടം കെട്ടി വളരെ വ്യത്യസ്തമായ ഒരു ഉപവാസ സമരത്തിലാണ് ശരിയാണല്ലോ. സർക്കാർ ജോലി ഉണ്ടായിട്ടാണ് വാർക്കപ്പണിക്ക് വന്നത്. കാശിനോട് ഇത്ര ആക്രാന്തം പാടില്ല. ഹലോ, ന്യൂസ് ഉണ്ടോടി? അങ്ങേരാ മരത്തിന് മണ്ട കയറി ഇരിപ്പ് തുടങ്ങി. കണ്ടോണ്ടിരിക്കുവാ. ഭ്രാന്തനല്ലേ? ചേച്ചി, അവൻ ഇപ്പോഴെങ്ങാനും കേറി വരുമോ? ഏയ്,
നീ പേടിക്കാതെ ഉണ്ടാക്കിക്കോടി. ഇന്നിനി പ്രതീക്ഷിക്കണ്ട, ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. ആൾക്കൂട്ടം കണ്ട അവന് പ്രാന്ത. എങ്കിലേ നീ ഒരു പ്ലേറ്റും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വാടി. മൊബൈൽ ഫോണിൽ റേഞ്ച് ഇല്ലാത്തതിനാൽ ലാൻഡ് ഫോൺ മരത്തിന്റെ മുകളിലേക്ക് എടുത്ത് ഓഫീസ് ജോലികൾക്ക് ഒരു തടസ്സവും വരാത്ത രീതിയിൽ മാതൃകാപരമായാണ് ഈ കൃഷി ഓഫീസറുടെ ഉപവാസ സമരം. ഈ മരം ഇവിടുന്ന് മുറിച്ചു മാറ്റുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം ഒരു എവല്യൂഷണറി ബയോളജിസ്റ്റിന് വിട്ടുകൊടുക്കണം. കാരണം ഈ വൃക്ഷം ഇപ്പോൾ ഒരു പരിണാമത്തിന്റെ പാതയിലാണ്. ഇന്ന് അതിനൊരു ചന്തി വന്നു, ഇനി നാളെ കണ്ണും മൂക്കും എല്ലാം വന്ന് ഇതൊരു ജീവിയായി പരിണാമം പ്രാപിക്കില്ലെന്ന് ആര് കണ്ട്? അല്ല, നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായതല്ലേ? ആണോ? അല്ലേ? അതെല്ലേ. ആശാന് പറ്റിയ ശിഷ്യൻ. ഹലോ കൃഷി ഓഫീസ്. ഹലോ കൃഷി ഓഫീസ്. ഹലോ കൃഷി ഓഫീസ്. ഹലോ കൃഷി ഓഫീസ്. എന്നാ സാറേ? അതാ കൃഷി ഓഫീസർ അങ്ങോട്ട്. ഹലോ കൃഷി ഓഫീസ്. എന്നാ സാറേ? ഇവിടെ കിടങ്ങരയിലെ പാടശേഖരത്തിന്റെ ഫയൽ എന്തായി? ഇപ്പൊ റെഡിയാക്കാൻ സാറേ. രാജമ്മേ, ആ മഞ്ഞൾ വെള്ളം മാറ്റി കൊടുത്ത്. കൊള്ളാലോ. ഹലോ കൃഷി ഓഫീസ്. സാർ, ഞാൻ PR റിഞ്ചു. ആ പറഞ്ഞു പറയൂ. ഞാൻ ഇവിടത്തിലുണ്ട്. ആ കാണുന്നുണ്ട്, പറഞ്ഞോളൂ. സാർ, ഞാൻ ബിടെക് തോറ്റു. 48 സപ്ലൈ. അച്ഛന് മുമ്പിലെങ്കിലും ജയിച്ച് കാണിക്കണം. അതിന് 3 മാസം കൊണ്ട് വിളവെടുത്ത് കാശുകാരനാവാൻ പറ്റിയ വല്ല കൃഷിയുണ്ടോ സാർ? ഞാൻ മണ്ണിലേക്ക് തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചു. മണ്ണിലേക്ക് മടങ്ങുന്നതന്നെയായിരിക്കും നല്ലത്. ഹലോ കൃഷി ഓഫീസ്. ഹലോ, സോമൻ സാർ അല്ലേ? അതെല്ലോ, പറഞ്ഞോളൂ. സാറിന്റെ ഈ സമരത്തെ അനുകൂലിച്ച് അഭിനന്ദിക്കാൻ വിളിച്ചതാണ്. അഭിനന്ദിച്ചോളൂ. സമരം കിടു കലക്കി, ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ലെങ്കിൽ പിന്നെ എന്തിനാ വിളിച്ചേ? അയ്യോ, എന്നാ ശരി സാർ, വെക്കട്ടെ. ആ ശരി. സോമൻ ചേട്ടാ, ഞാൻ നിൽക്കണല്ലോ. വേണ്ട വേണ്ട, ഉറപ്പല്ലേ? ഓ, അപ്പൊ നാളെ കാണാം. നാളെ കാണാം. ഹലോ കൃഷി ഓഫീസ്, ആരാണ്? സാർ, ഞാൻ രാവിലെ വിളിച്ച ആരാധികയാണ്. ഓ, താൻ ഇത്ര പെട്ടെന്ന് ആരാധികയോ? ആ, തനിക്ക് എന്താണ് വേണ്ടത്? എനിക്കൊന്നും വേണ്ട. ഈ ഇരുട്ടത്ത് മരത്തിന് മേലെ ഒറ്റയ്ക്ക് കയറിയിരിക്കുന്ന റിസ്ക് അല്ലേന്ന് വിചാരിച്ചു വിളിച്ചതാ. എന്ത് റിസ്ക്? ഈ ലോകത്ത് കുരങ്ങന്മാർ മുഴുവൻ മരത്തിലല്ലേ ജീവിക്കുന്നത്. അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ, അതുകൊണ്ടാണോ സാറ് മരത്തിൽ കയറിയിരിക്കുന്നത്? എന്താ ഉദ്ദേശിച്ചത്? അയ്യോ, ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. ഇവിടെ താൻ ഇവിടുത്തെ പെണ്ണുങ്ങളുടെ ടീമിലുള്ള ആളല്ലേ? ഇതിന്റെ സമരം പൊളിക്കാനുള്ള മയക്കുവിളിയല്ലേ? അയ്യേ, ഞാനാരെയും മയക്കാൻ വിളിച്ചോന്നല്ല. ഒരു സപ്പോർട്ട് തരണമെന്ന് തോന്നി. ബുദ്ധിമുട്ടായി ഇനി വിളിക്കുന്നില്ല. സോറി. ഹലോ ഹലോ, എന്നാ മിണ്ടാത്തെ? രാവിലെ വിളിച്ച് കുട്ടിയാണോ? കുട്ടിയാ? ഞാൻ നിന്റെ തള്ളയാടാ. ഓ, അമ്മയാണോ? എന്താ കാര്യം? അല്ല, നിനക്ക് സമരം ചെയ്യാനേ താഴെ സ്ഥലം കിട്ടിയില്ലേ? ഇത് പറയാനാണോ വിളിച്ചത്? ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. എടാ, നീ വല്ലതും കഴിച്ചോ? അമ്മ, ഇത് ഉപവാസ സമരമല്ലേ? അല്ല, സമരം ഇന്നെങ്ങാനും തീരുവോ? നീ വരുമെന്ന് കരുതി ഞാൻ ചീരത്തോരനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓ, ഒരു ചീരത്തോരൻ. അല്ലെങ്കിൽ 24 മണിക്കൂറും ചീരത്തോരൻ എന്ന് പറഞ്ഞ് നടക്കുന്നവനാണല്ലോ. ഇപ്പൊ എന്നാ പറ്റി? ചീരത്തോരൻ ഇഷ്ടമല്ലേ? ഇഷ്ടവാ. ഹലോ ഹലോ അമ്മേ. ഹലോ ഹലോ അമ്മേ. ഇഷ്ടവാ.
ഇഷ്ടമാന്ന് പറഞ്ഞില്ലേ? എനിക്കും ഇഷ്ടമാ.